അതിന് കടന്ന ഏത് ബന്ധങ്ങളും നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുത്തും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, വലാ തഖറബുൽ ഫവാഹിഷ, ഒരിക്കലും നിങ്ങൾ ഒരു മ്ലേച്ഛമായ കാര്യത്തിലേക്ക് പോകരുത്. മാ ലഹറ മിൻഹാ വമാ ബത്തന, അത് രഹസ്യമായിട്ടുള്ളതാവട്ടെ പരസ്യമായിട്ടുള്ളതാവട്ടെ. ഏത് രഹസ്യതയിലും പരസ്യതയിലും നിങ്ങൾ ഒരിക്കലും മ്ലേച്ഛത തിരഞ്ഞെടുക്കരുത്. കാരണം വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അള്ളാഹു നിങ്ങൾക്ക് പവിത്രമാക്കി തന്ന നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട്. അതിനാ ഇണയെ തന്നത്, ശരീരത്തിന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, ദാമ്പത്യ ജീവിതത്തിന്റെ കുടുംബത്തിന്റെ സുഖം അനുഭവിക്കാൻ. ചിന്തിച്ചു നോക്കൂ, ആണിനെ കല്യാണം കഴിക്കുമ്പോ അവർക്ക് താൽക്കാലികമായ അല്പകാലത്തെ സുഖം മാത്രമേയുള്ളൂ. പിന്നീട് അവർ കഞ്ചാവിലെത്തും, പിന്നീട് അവർ ആത്മഹത്യ ചെയ്യും. പക്ഷേ മുസ്ലിം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കോ ആദ്യകാലത്ത് ലൈംഗിക സുഖമുണ്ട്, പിന്നീട് കുടുംബത്തിന് വേണ്ടിയുള്ള ത്യാഗമുണ്ട്. ഇപ്പൊ പല രക്ഷിതാക്കളും ഭർത്താക്കന്മാരും ഭാര്യമാരും ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ? മക്കൾ എന്ന സ്വപ്നത്തിന്. ആ സ്വപ്നത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആസ്വാദനമുണ്ട്, കുടുംബം എന്ന വലിയ സങ്കല്പമുണ്ട്, സ്വർഗമുണ്ട്. ആ സ്വർഗവും സങ്കല്പവും നിങ്ങൾക്ക് തടയാനാണ് ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതികൾ പെൺമക്കളെ മനസ്സിൽ പോലും കുത്തിവെക്കുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടികൾ പറയുന്നതും കല്യാണത്തിന് എനിക്ക് സമ്മതല്ല. 25, 26, 27 വയസ്സായിട്ടും എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയുന്ന പെൺമക്കളെ വാർത്തെടുക്കുന്ന ദുരന്തത്തിലേക്ക് ഇന്നത്തെ ലിബറലുകൾ, മീഡിയകൾ നമ്മളെ മക്കളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഓർമ്മപ്പെടുത്തി. ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ആ സമൂഹത്തിന്റെ നാശം അടുക്കുമ്പോ അള്ളാഹു ആ സമൂഹത്തിൽ ചെയ്യുന്ന അടയാളങ്ങളിൽ ഒന്ന് അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ആ സമൂഹത്തിൽ നിന്നും ലജ്ജ എടുത്തു കളയും. ലജ്ജ എന്ന കാര്യം അള്ളാഹു എടുത്തു കളയും. ആ എടുത്തു കളയപ്പെട്ട കാലമാണോ ഇന്ന് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം തന്റെ പെണ്ണിനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഗർഭമായി പടച്ച റബ്ബ് അനുഗ്രഹിച്ചപ്പോ ആ അനുഗ്രഹിക്കപ്പെട്ട പെണ്ണിന്റെ യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ആ ടെസ്റ്റിന്റെ പ്രഗ്നൻസി കാർഡ് മീഡിയകൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അവനാന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി ആണും പെണ്ണും സമൂഹത്തിന്റെ മുൻപിലേക്ക് ഇറങ്ങി വരുന്ന ദയനീയമായ കാഴ്ച. അതിനേക്കാളേറെ മനുഷ്യന്റെ കിടപ്പറയിൽ കുതിരയുടെ സുഖം കിട്ടാൻ വേണ്ടി എന്തോ വിൽക്കാൻ വേണ്ടി ആണും പെണ്ണും മീഡിയകൾക്ക് മുൻപിൽ സ്റ്റാമിനയുണ്ടാക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ടോടുന്ന കാഴ്ച. ഒരു ഭാഗത്ത് ഇതാകുമ്പം മറുഭാഗത്ത് 8 മാസം തികഞ്ഞ പെണ്ണിന്റെ വയറ്റത്ത് ഉമ്മ വെച്ച് നാട്ടുകാരെ കാണിക്കുന്ന പ്രഗ്നന്റിന്റെ ഡേറ്റ് അവതരിപ്പിക്കുന്ന കാലികമായ നിരവധി കാഴ്ച. വിവാഹത്തിന്റെ മുൻപ് പോലും നിക്കാഹ് നടക്കാതെ ആണിനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുപോയി ബീച്ചുകളിൽ ചുണ്ടോട് ചുണ്ട് ചേർത്ത് ലിപ്സ്റ്റിക് ചെയ്യുന്ന അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്യിപ്പിക്കുന്ന രംഗങ്ങൾ ക്യാമറമാനും കണ്ടു നിൽക്കുന്ന 100 പേരെയും നാണം കെടുത്തി ആ ലിപ് ലോക്ക് പകർത്തി സേവ് ദി ഡേറ്റും അതിനേക്കാളും വലിയ റീൽസും ഇറക്കി നാട്ടുകാർക്ക് മുൻപിൽ അവനാന്റെ ലജ്ജ വിളംബരം ചെയ്യുന്ന ലജ്ജയില്ലായ്മ കാണിക്കുമ്പോ കണ്ടു രസിക്കാനും ആസ്വദിക്കാനും മനുഷ്യർക്ക് മടിയില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു ജനതയെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ ജനതയിൽ അള്ളാഹ് ആദ്യം എടുത്തു കളയുന്നത് ലജ്ജയായിരിക്കും. എന്തും കാണാം, എന്തും കേൾക്കാമെന്നൊരു ചിന്ത. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് കൃത്യമായ ഒരു കുടുംബ ബന്ധ സംവിധാനം നമുക്കും നമ്മളെ മക്കൾക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഈ സമൂഹം ഭാവിയിൽ നേരിടേണ്ടി വരിക. ഈ ഒരു വിശ്വാസവും രീതിയും ലിബറൽ ചിന്താഗതിയും ലോകത്തേറ്റെടുത്തതിന്റെ പേരിൽ ഇപ്പോഴും രാജ്യം രക്ഷപ്പെടാതെ, സമൂഹം രക്ഷപ്പെടാതെ ജീവിക്കുന്ന നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾക്ക് കാണിക്കപ്പെടുമ്പോ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് സമാധാനം വേണോ, നാടിന് സ്വൈര്യം വേണോ, എങ്കിൽ സമാധാനമുള്ള ഒരു കുടുംബ ജീവിതം നയിക്കണം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, അള്ളാഹു കുടുംബത്തിലൂടെ നിങ്ങൾക്ക് വീതിച്ചു നൽകുന്നത് സമാധാനം മാത്രമായിരിക്കും. അതുകൊണ്ട് അവിശുദ്ധ ബന്ധങ്ങൾ, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ മക്കൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം. അതേത് കാലഘട്ടത്തിലുള്ള കൂട്ടുകെട്ടാണെങ്കിലും ഒരു സൗഹൃദം കൊണ്ട് എനിക്ക് ആഖിറത്തിലേക്ക് ഒരു ഗുണമില്ലെങ്കിൽ ആ സൗഹൃദത്തെ ഉപേക്ഷിക്കാൻ മക്കൾ തയ്യാറാവണം. അതാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി. ഇന്ന് കൂടെ കൂടുന്ന പല സൗഹൃദങ്ങളും കൂടെ ചേർന്ന് സപ്പോർട്ട് ചെയ്യുമ്പോ, അവരെ ബെസ്റ്റികളായി അവതരിപ്പിക്കുമ്പോ, അവര് നൽകുന്ന പിന്തുണയുടെ പേരിൽ പലപ്പോഴും നിങ്ങൾ മാനമുട്ട വളർന്നു എന്ന് ചിന്തിക്കുമ്പോ കുടുംബത്തിൽ ആളുകൾക്ക് മുൻപിൽ ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ട് എന്ന ഫലത്തിൽ കുടുംബക്കാരെ പോലും വെല്ലുവിളിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ച് ജീവിക്കുമ്പോ അറിയേണ്ട ഒരു വാക്ക് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്.
ഈ ചേർന്ന് നിൽക്കുന്നവരാരും നിങ്ങളുടെ കൂടെയുണ്ടാവാത്തൊരു ദിവസമുണ്ടാകും. ഏത് സമയത്തും നിങ്ങളോട് യാത്ര ചോദിച്ച് നോ പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോകാനുള്ളവരാ ബെസ്റ്റികളാണെങ്കിലും ഏത് സൗഹൃദങ്ങളാണെങ്കിലും. കാരണം അവർക്ക് എപ്പോഴും നിങ്ങളെ വിട്ടുപോകാം. നിങ്ങളുമായിട്ടൊരു ബാധ്യതയും അവർക്കില്ല, നിങ്ങൾക്ക് അവരുമായിട്ടൊരു കരാറുമില്ല. എങ്കിൽ കരാറുള്ള ഒരു കൂട്ടർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരാണവർ? നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, അതിൽ ജനിച്ച മക്കൾ. ജീവിതത്തിൽ ആ ബാധ്യതയും കരാറും റബ്ബിന് വേണ്ടി സ്നേഹിക്കുമ്പോ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ അവർക്ക് സാധിക്കും. അല്ലാത്ത മറ്റേത് അവിശുദ്ധ സൗഹൃദങ്ങളും മൂന്നാമനായി പിശാചുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹ ശൈത്വാൻ. ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാകുന്നുണ്ടെങ്കിൽ മൂന്നാമനായി അവിടെ പിശാച് കടന്നു വരും. രക്തബന്ധമോ അംഗീകരിക്കപ്പെട്ട മഹറമോ അല്ലെങ്കിൽ ഞാനത് തൊടാനും എന്റെ മടിയിൽ കടത്താനും തോളിൽ കൈയിടാനും അവിടെ ശരീരഭാഗങ്ങൾ എന്റെ ശരീരത്തിൽ സ്പർശിക്കാനും അവകാശമില്ലെന്ന് ബോധ്യപ്പെടുന്ന ഒരു ബന്ധമല്ലെങ്കിൽ അവിടെ മൂന്നാമനായി ശൈത്താൻ വരും. ആസ്വദിപ്പിക്കാൻ ശൈത്താൻ മാർഗം കണ്ടെത്തും. അതുകൊണ്ട് വിവാഹപ്രായം എത്തിയിട്ടുണ്ടോ? കല്യാണത്തിന് നിങ്ങൾ താല്പര്യം കാണിക്കണം. യാ മഅ്ശറ ശബ്ബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ. നിങ്ങൾക്ക് ബുലൂ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹത്തിന് താല്പര്യം കാണിക്കണം. കാരണം ഓരോ പ്രായം വളരുന്നതിനനുസരിച്ച് ശരീരത്തിന് ചില ആവശ്യങ്ങളുണ്ട്. ഓരോ പ്രായത്തിലും കിട്ടേണ്ട ചില ആവശ്യങ്ങൾ ശരീരത്തിനുണ്ട്. 5 വയസ്സുകാരന്റെ ബുദ്ധിയല്ല 25 വയസ്സുകാരന്. 5 വയസ്സുകാരിയുടെ ശരീരത്തിന്റെ ഉൽപാദനമല്ല 20 വയസ്സുകാരിക്ക്. ശരീരം വളർച്ചയറിയിക്കും, ആഗ്രഹങ്ങൾ കൂടും, ശരീരത്തിൽ നിന്ന് പലതും ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഉണ്ടാകുന്ന വൈകാരികതയിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഒരു തരത്തിലും തടഞ്ഞു വെക്കാൻ പാടില്ല, മറ്റൊരു വഴി തേടാനും പാടില്ല. വഴി അന്വേഷിക്കുന്നവർക്ക് നിരവധി വഴികൾ ഫോൺ സൈറ്റുകളായും അല്ലാതെയും സമൂഹത്തിൽ ഉണ്ടാകും. പക്ഷേ ആ വഴി നിങ്ങൾ തേടരുത്. അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടതും കുറ്റകരവുമാണ്. അന്യ ആണാവട്ടെ പെണ്ണാവട്ടെ കാണുന്ന കാഴ്ചകളാവട്ടെ. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഒരു ഭർത്താവ് രാത്രി ഭാര്യയെ കിടക്കപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് അവൾ വരാതിരുന്നാൽ അവൾ കുറ്റക്കാരിയ, അള്ളാഹുവിന്റെ ശാപം കിട്ടിയവളാ. എന്തേ കാരണം? അവന്റെ ശരീരത്തിന്റെ ആഗ്രഹം അവിടെ പൂർത്തീകരിക്കപ്പെടണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവ് ആ സ്ത്രീക്ക് കൊടുക്കുന്ന ചുംബനം പോലും അള്ളാഹു പറഞ്ഞു കൂലിയുണ്ട്. അവളെ മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവളെ ശരീരം അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്റെ പെണ്ണിനെ മാറോട് ചേർത്ത് പിടിച്ച് ഒന്നണച്ചുകൂട്ടി കിടക്കുന്നതിന് പോലും കൂലിയുണ്ടെന്ന് അള്ളാന്റെ റസൂല് പറയാനുള്ള കാരണം അത് അവളുടെ ശരീരത്തിന്റെ ആവശ്യമാ, അവളെ മനസ്സിന്റെ ആവശ്യമാ. ആ തിരിച്ചറിവാണ് മനുഷ്യരെ ആ കുടുംബം നഷ്ടപ്പെടുത്താനായി ഇന്ന് പലരും ശ്രമിക്കുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ ഈ വാക്ക് എത്രമാത്രം സത്യമാണെന്ന് പ്രകൃതി പോലും നമ്മളെ സാക്ഷ്യപ്പെടുത്തി തരും. ഒരാട് അതിന്റെ പ്രായപൂർത്തി എത്തുന്ന സമയത്ത് വാവിട്ട് കരയുമ്പോ ആടിന്റെ കരച്ചിൽ കേട്ട ആളുകൾ തീരുമാനിച്ചു അതിന് ആണാടിന്റെ തണല് വേണം. ആ കരച്ചിൽ നിൽക്കണമെങ്കിൽ ആ ആട്ടിൻകുട്ടിക്ക് പെണ്ണാടിന് ശാരീരികമായ ചില കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനണചേരണം, അതിനാ സന്തോഷം കിട്ടണം. അതുകൊണ്ട് ആണാടിനെ അന്വേഷിച്ചു പോയി ആ ആണാടിനെ കൊണ്ട് പെണ്ണാടിന് ജീവിതത്തിന്റെ സന്തോഷം നൽകപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി നിയമമാണ്. അത് അംഗീകരിക്കപ്പെട്ട വിവാഹ ബന്ധത്തിലൂടെയാവണം.